ഹായ് ഫ്രണ്ട്സ്, സോ ഇന്ന് അഗെയിൻ നമ്മളുടെ ഒരു കോളേജ് കമ്പാരിസൺ സീരീസിൽ ഒരു തേർഡ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കുറെ ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് ആയിരിക്കും ലക്നോ വേഴ്സസ് ഇൻഡോർ വേഴ്സസ് കോഴിക്കോട്. എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്ന എ വേഴ്സസ് ബി വേഴ്സസ് ഇ ഓൾറെഡി ചെയ്തു. FMS ഇതിന്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. സോ FMS വേഴ്സസ് ബ്ലാക്ക് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അതെല്ലാം പോയി കാണാവുന്നതാണ്. ആൻഡ് നൗ ഐ വോണ്ട് ടു കമ്പയർ ലക്നോ വേഴ്സസ് ഇൻഡോർ വേഴ്സസ് കോഴിക്കോട്. മൂന്ന് കോളേജുകളെ കുറിച്ച് പറയുമ്പം ഡെഫിനറ്റ്ലി ലക്നോ ഈസ് ദി ഓൾഡസ്റ്റ് ഓഫ് ദി ത്രീ. ബിക്കോസ് ലക്നോ എന്ന് പറയുന്നത് 10 വർഷം 96 ഇൻഡോർ ആൻഡ് കോഴിക്കോട് 95-96 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനേക്കാൾ ഒരു 10 വർഷം മുന്നേ 83-ലോ 84-ലോ മറ്റോ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലക്നോ സ്റ്റാർട്ട് ചെയ്തത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് അഗെയിൻ എനിക്ക് എല്ലാ വീഡിയോയിലും പറയുന്നത് ഒന്നുകൂടെ പറയാനുണ്ട്. യു ക്യാൻ ഡു യുവർ ഓൺ റിസർച്ച്. ഞാനീ പറയുന്നത് പബ്ലിക്കലി അവൈലബിൾ ഡാറ്റയുടെ ബേസിസിലല്ല, ഇറ്റ്സ് ബേസ്ഡ് ഓൺ പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള സ്റ്റുഡൻസിനെ, എനിക്ക് ആ കോളേജിനെ കുറിച്ച് തോന്നുന്നതും അവിടുത്തെ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വെച്ചിട്ടും എൻ്റെ ക്ലാസ്മേറ്റ്സ് കൊളീഗ്സ് പറഞ്ഞത് വെച്ചിട്ടും ഉള്ള ഒരു ഫീഡ്ബാക്കിന്റെ പുറത്താണ് ഞാൻ ഈ പറയുന്ന വീഡിയോസ് ഉണ്ടാക്കുന്നത്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം തന്നെ ലക്നോയെ കുറിച്ച് പറയാം. ലക്നോ ഇറ്റ്സ് എ ഗ്രേറ്റ് ക്യാമ്പസ്. ഒരു ABC കഴിഞ്ഞാൽ പിന്നെ IIMSൽ ലക്നോ ആണ് വരുന്നത്. ആൻഡ് ലക്നോയുടെ ക്യാമ്പസ് പറയുകയാണെങ്കിൽ 200 ഏക്കർ ക്യാമ്പസ് ഉണ്ട്. മേജർലി 2 പ്രോഗ്രാം ഉണ്ട്, PGP ആൻഡ് ആഗ്രി ബിസിനസ് മാനേജ്മെന്റ്. ആഗ്രി ബിസിനസ് മാനേജ്മെന്റിനും ഇവരുടെ കൂടെ തന്നെ പൂൾ പ്ലേസ്മെന്റ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ടോക്ക് അബൌട്ട് അക്കാഡമിക് റിഗർ, IIMSൽ എസ്പെഷ്യലി ബ്ലാക്ക് IIMSലെ ഏറ്റവും അക്കാഡമിക് റിഗർ ഉള്ള 2 ക്യാമ്പസ് അഹമ്മദാബാദും ലക്നോയുമാണ്. ബാംഗ്ലൂര് കുറച്ച് കുറവാണ് അഹമ്മദാബാദിനെ കമ്പയർ ചെയ്യുമ്പോൾ. കൽക്കട്ട വളരെ കുറവാണ് എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ലക്നോ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലാക്കിയിൽ അഹമ്മദാബാദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അക്കാഡമിക് റിഗർ, അഹമ്മദാബാദിനൊപ്പം അക്കാഡമിക് റിഗർ ഉള്ള ഒരു കോളേജാണ്. സോ നൗ വാട്ട് ദിസ് ആക്ച്വലി ഡു ഫോർ ആൻ ആസ്പിരന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അക്കാഡമിക് റിഗർ വരുന്ന സമയത്ത് ഇപ്പം ഉദയ്പൂരിൽ 100% അറ്റൻഡൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഉദയ്പൂർ ഇസ് എ ഗ്രേറ്റ് ബി സ്കൂൾ. ന്യൂ IIMSൽ അത് തന്നെയാണ് എടുക്കേണ്ടത്. ബട്ട് അറ്റ് ദി സെയിം ടൈം നിങ്ങൾക്ക് കുറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് കുറെ അവിടെ ഒരു ബി സ്കൂളിൽ പോകുമ്പോൾ ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് 20-25 ക്ലബ്സ് ക്യാൻ ബി ലൈക്ക് മാർക്കറ്റിംഗ് ക്ലബ്, ഓപ്പറേഷൻസ് പോലുള്ള ഡൊമൈൻ സ്പെസിഫിക് ക്ലബ്സ് ഉണ്ടാവാം. ദർ വിൽ ബി ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ലൈക്ക് ഡാൻസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അതും അല്ലെങ്കിൽ ദർ ക്യാൻ ഓൾസോ ബി ലൈക്ക് കമ്മിറ്റീസ് ഉണ്ടാവും. അതായത് ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഓഫ് കോളേജിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മെസ് കമ്മിറ്റി, അക്കാഡമിക് കമ്മിറ്റി, സ്പോർട്സ് കമ്മിറ്റി പോലുള്ള. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇനിഷ്യലി ബുദ്ധിമുട്ടാവും. ഏതൊരു ബി സ്കൂൾ എടുത്തു കഴിഞ്ഞാലും ആദ്യത്തെ ഒരു 3-4 months ബി റെഡി ഫോർ ദി ഹസിൽ. അപ്പോഴാണ് ഈ പറയുന്ന ശരിക്കും നമ്മൾ പറയാറുണ്ട് ആദ്യത്തെ 6 മാസം MBA നടക്കാറുള്ളൂ. കാരണം ഈ ഉറക്കമൊഴിച്ചിരിക്കലും പിന്നെ ഈ പറയുന്ന എന്താ പറയാ ഒരു ഉറക്കമൊഴിച്ചിരിക്കലും പിന്നെ ഒരുപാട് വർക്ക് ലോഡും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുന്ന ശരിക്കും 6 months. അപ്പൊ നമ്മൾ പറയാറുള്ളത് ഈ MBA ശരിക്കും ആദ്യത്തെ 6 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു റിസോർട്ട് വൈബാണ്. നല്ല ക്യാമ്പസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ടുള്ള എലക്ടീവ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ പോകാം എന്നാണ് പറയാറുള്ളത്. അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രയോറിറ്റീസ് ആസ് വെൽ. ഇഫ് യു വാണ്ട് ടു ബി ഇൻ ദ ഡയറക്ടേഴ്സ് മെറിറ്റ് ലിസ്റ്റ്, അങ്ങനെ ഒരു ടോപ്പ് 5% ക്യാമ്പസിൽ വരണമെന്നുണ്ടെങ്കിൽ then again people will be hustling. അപ്പൊ ലക്നോയിൽ ഇൻ സ്പെസിഫിക് അക്കാഡമിക് റിഗർ കുറച്ച് കൂടുതലാണ്. അപ്പം ഏത് ബി സ്കൂളിൽ പോയാലും, ഇപ്പം ഇൻഡോറിൽ പോയാലും കോഴിക്കോട് പോയാലും ഒക്കെ ബി റെഡി ഫോർ ദി ഹസിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ലക്നോയിൽ കുറച്ചുകൂടെ അത് കൂടുതലായിരിക്കും. ദാറ്റ് ബീങ് സെഡ്, അവിടെ നിങ്ങൾക്ക് ഒരു ലക്നോ ഇൻഡോർ കോഴിക്കോട് ഉണ്ടെങ്കിൽ ലക്നോ സിൻസ് ഹാവിങ് ദാറ്റ് 10 years upper edge, നിങ്ങൾക്ക് ലക്നോ ചൂസ് ചെയ്യാം. ഒൺലി തിങ് അക്കാഡമിക്കലി കുറച്ചുകൂടെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇഫ് യു ആർ വെരി വെൽ ഷുവർ ദാറ്റ് നിങ്ങളൊരു ഫ്രഷർ ആണ്, നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ അവിടെ ഇടണ്ട എന്നുണ്ടെങ്കിൽ മാത്രം യു ഹാവ് ടു തിങ്ക് അതർവൈസ്. ഇല്ലെങ്കിൽ ലക്നോ വേഴ്സസ് ഇൻഡോർ വേഴ്സസ് കോഴിക്കോട് ഇറ്റ്സ് എ നോ ബ്രെയിനർ ടു ഗോ ഫോർ ലക്നോ. ആൻഡ് ജസ്റ്റ് ഗിവിംഗ് യു എ കോഷൻ, അക്കാഡമിക് റിഗർ ഈസ് ഓൺ എ ഹയർ സൈഡ്. ആൻഡ് ദാറ്റ് ബീങ് സെറ്റ്, എല്ലാ ബി സ്കൂളിലും അക്കാഡമിക് റിഗർ ഉണ്ടാവും, ബട്ട് സ്ലൈറ്റ്ലി ഇറ്റ് വിൽ ബി മോർ. അഹമ്മദാബാദും ലക്നോയും അറിയപ്പെടുന്നത് തന്നെ കുറച്ച് അക്കാഡമിക് റിഗർ കൂടുതലാണെന്നുള്ളതാണ്. ക്യാമ്പസ് വൈസ് നോക്കുകയാണെങ്കിൽ സിംഗിൾ റൂം ഹോസ്റ്റൽസ് ആണ്. സിംഗിൾ റൂം ഹോസ്റ്റൽസ് വിത്തൗട്ട് AC ആണ്. അതൊക്കെ അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ഓരോരോ സ്ഥലം അനുസരിച്ചായിരിക്കും. പക്ഷെ മോസ്റ്റ്ലി ഈ ക്ലൈമറ്റ് അക്രോസ് ബി സ്കൂൾസിലെ ഏറ്റവും മോശം ക്ലൈമറ്റ്, ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാ സീസണും ഒരുപോലെ ഇരിക്കുമെങ്കിലും നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ടൈം ടു സ്റ്റേ ദെയർ വിൽ ബി ഒരു മാർച്ച് ഏപ്രിൽ മെയ് ആയിരിക്കും. താങ്ക്ഫുള്ളി നമ്മളുടെ സമ്മർ ബ്രേക്ക്, അതായത് ഓരോ വർഷത്തിന് ശേഷമുള്ള സമ്മർ ബ്രേക്ക് ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയിൽ ആയതുകൊണ്ട് തന്നെ ആ സമയം നിങ്ങൾ ക്യാമ്പസിൽ നിൽക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ക്യാമ്പസിന്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം ആയിട്ടുള്ള ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും ക്യാമ്പസിൽ ഉണ്ടാവുക. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഈ ഒരു സംഭവം AC ഇല്ല എന്നുള്ള വലിയൊരു ഫാക്ടർ ആക്കണ്ട. അറ്റ് ദി സെയിം ടൈം ഉദയ്പൂർ, ട്രിച്ചി പോലെയുള്ള കുറച്ചുകൂടെ ഹോട്ട് ഹ്യൂമിഡ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഡ്രൈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ AC പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ IIM സിർമാർ അല്ലെങ്കിൽ ഹിമാചലിലുള്ള ഒരു IIMലൊന്നും ശരിക്കും അവർ ജമ്മുവിലൊന്നും പോയി കഴിഞ്ഞാൽ AC കയറേണ്ട ആവശ്യമില്ല. ബാംഗ്ലൂരിൽ AC ഇല്ല.
ഇപ്പൊ AC ഇല്ല, പക്ഷെ സിംഗിൾ റൂം ഹോസ്റ്റൽസ് ആണ്. സിംഗിൾ റൂം ഹോസ്റ്റൽസ് ആണ്, നല്ല ഹോസ്റ്റൽസ് ആണ്. ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഇൻ ടേംസ് ഓഫ് സ്പോർട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം കേസ് ബേസ്ഡ് കേസസ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഫാക്കൽറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്നൗ, ഇൻഡോർ, കോഴിക്കോടൊക്കെ കമ്പയറബിൾ ആണ്. നൗ വെൻ യു മൂവ് ടു കോഴിക്കോട്, അക്കാഡമിക് റിഗർ അഗൈൻ കുറച്ചുകൂടെ കുറവാണ്. ലക്നൌവിലെ ഫ്രഷേഴ്സ് അത്യാവശ്യം നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ബട്ട് ദർ ഇസ് ആൻ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് കൺസൾട്ടിങ്. ആ ഒരു അക്കാഡമിക് റിഗറും കൺസൾട്ടിങ് ഒക്കെ ഏതാണ്ട് ഒരുമിച്ച് വരുന്ന ഒരു പാക്കേജ് ആണ്. അപ്പം അത് അവിടെ ഉണ്ട്, പക്ഷേ ഒരു നല്ല യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നൗ വെൻ യു കം ടു കോഴിക്കോട് വരുമ്പോൾ ഒന്ന് കേരളത്തിലാണ്, നിങ്ങൾക്ക് അറിയാം, അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ ഓൾറെഡി അക്ഷയ് കണ്ണോളി ആൻഡ് ബൈശാഖ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ പറയുന്നുണ്ട് കോഴിക്കോടിനെ കുറിച്ച്. അവരെപ്പോഴും പറയുന്ന സാധനം ക്യാമ്പസ് ആണ്, KAMPS ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് അവർക്കുള്ളത്. ചെറിയ ക്യാമ്പസ് ആണ്, അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഹോസ്റ്റൽസ് ഡബിൾ ഷെയറിംഗ് ആണ്. സിംഗിൾ റൂംസ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്, കൂടുതൽ ഡബിൾ ഷെയറിംഗ് ആണ്. പക്ഷേ AC ഉണ്ട്, അറ്റാച്ച് ബാത്റൂം ആണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണെന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. ശരിക്കും കെയിൽ കയറി ആരും അൺഹാപ്പി ആയിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ എ ഫ്രഷർ, ലക്നൗ ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും നിങ്ങൾക്ക് അത്ര സുഖകരമായിരിക്കില്ല. കാരണം ഫൈനൽ പ്ലേസ്മെന്റ് ദർ ഈസ് എ ലാറ്ററൽ പ്ലേസ്മെന്റ് ആസ് വെൽ ആസ് എ ഫൈനൽ പ്ലേസ്മെന്റ്. ഈ ലാറ്ററൽ പ്ലേസ്മെന്റ്സിന് വരുന്ന കമ്പനീസ് പൊതുവെ ഇത്ര മിനിമം വർക്ക് എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് അത്യാവശ്യം നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ, വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ക്രൗഡ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മാത്രമായിരിക്കും ഈ ലാറ്ററൽ പ്ലേസ്മെന്റ് ഓപ്പൺ ചെയ്യുക. നൗ വെൻ യു ലുക്ക് അറ്റ് Indore on the other side has around 150 students from IPM who will be coming in to the MBA classroom, right? And then Indore will also be having ഒരു നല്ല ശതമാനം ഓഫ് ഫ്രഷേഴ്സ്. ഒരു ഫ്രഷേഴ്സ് ഫ്രണ്ട്ലി ക്യാമ്പസ് ആണ്. ഇതിനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ബൈശാഖ് വർക്ക് എക്സ്പീരിയൻസോട് കൂടിയാണ് വന്നത് ഇൻഡോറിൽ. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്ന് ഇത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരു ഫ്രഷേഴ്സ് ക്യാമ്പസ് വന്നെന്ന് പറഞ്ഞപ്പോൾ ബൈശാഖ് പറഞ്ഞത് ഈ ലാറ്ററൽ കമ്പനീസ് വർക്ക് എക്സ് ഉള്ളവർക്ക് വേണ്ടി വരുമ്പോൾ വർക്ക് എക്സ് കുറവുള്ളവരുള്ളൊരു ക്യാമ്പസിലുണ്ടെങ്കിൽ ബൈശാഖ് വിൽ ഗെറ്റ് ആൻ അപ്പർ എഡ്ജ്. അങ്ങനെയാണ് ബൈശാഖ് ചിന്തിച്ചത്. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ഹു തിങ്ക് ലൈക്ക് ഒരു ഫ്രഷേഴ്സ് ഫ്രണ്ട്ലി ക്യാമ്പസിൽ പോകണ്ട, ബിക്കോസ് ഐ ഹാവ് വർക്ക് എക്സ്പീരിയൻസ്, ഐ വിൽ ഗോ ടു എ വർക്ക് എക്സ്പീരിയൻസ് മെജോറിറ്റി ഉള്ള ക്യാമ്പസ്, ബിക്കോസ് മൈ ഓവറോൾ ലേണിംഗ് ആൻഡ് സേ ക്ലാസ്സിലുള്ള ഡിസ്കഷൻസിലൊക്കെ ഒരു ക്വാളിറ്റി ഓഫ് ഇൻപുട്സ് ഒക്കെ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ, റൈറ്റ്? അപ്പം എഗെയിൻ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാറ്ററൽ പ്ലേസ്മെന്റിന്റെ സമയത്ത് ഫ്രഷേഴ്സിന് പൊതുവെ ഓപ്പർച്യൂണിറ്റീസ് കോഴിക്കോട് കിട്ടാറില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇഫ് യു ഫൈനൽ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ലാറ്ററൽ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ സേ ഡിസംബറിൽ ലാറ്ററൽ നടന്നാൽ ജാനിലായിരിക്കും ഫൈനൽ നടക്കുക. ഫൈനൽസിന്റെ സമയത്ത് വരുന്ന കമ്പനീസിൽ കൂടുതലും ഈ മാർക്കറ്റിംഗ് റോൾസ്, ഫിനാൻസ് റോള്, മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് ട്രെയിൻ ചെയ്യുന്ന പ്രൊഫൈൽസിലൊക്കെ ആണെങ്കിൽ ഫ്രഷേഴ്സിനും കിട്ടും. അപ്പൊ 100% പ്ലേസ്മെന്റ് ഒക്കെ ഇവിടെയും ഉറപ്പാണ്. Then again it's a beautiful campus, small campus, but then you should enjoy your time on campus. വേറെ നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ കോഴിക്കോടിനെ കുറിച്ച് പറയാനില്ല. only thing is like if you are a fresher you might not get into consulting roles ഒക്കെ, അതിന് മാത്രം. കാരണം അത് ഒക്കെ ഒരു മിനിമം കട്ട് ഓഫ് വെച്ചിട്ട് പറയാം. സെയിം വിത്ത് ലക്നോ ആസ് വെൽ. ഇൻഡോർ പോകുമ്പോൾ the thing is with a batch that's majority of freshers, Placecom has no other option but to negotiate with the companies and get in these freshers. ഇപ്പൊ നമ്മളുടെ കോളേജിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ സമയത്ത് ഒരുപാടധികം ഫ്രഷേഴ്സ് ഇൻക്ലൂഡിങ് IPMers എന്ന് പറഞ്ഞാൽ 17-ാം വയസ്സിൽ കോളേജിൽ കയറിയിട്ട് 21-22 ആകുമ്പോൾ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഡെലോയിറ്റ്, PwC, പിന്നെ അതുപോലുള്ള കമ്പനീസ്, അല്ലെങ്കിൽ ഈവൻ അങ്ങനെയുള്ള ടോപ്പ് കൺസൾട്ടിംഗ് പ്രൊഫൈൽസ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് പ്രൊഫൈൽസ്, ഇപ്പോൾ JP Morgan Chase പോലുള്ള കമ്പനീസിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കയറി പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ വലിയൊരു ശതമാനം ആൾക്കാർ. ആൻഡ് കൺസൾട്ടിംഗ് റോൾസിലാണെങ്കിൽ ഇപ്പോൾ EY പോലുള്ള കമ്പനീസൊക്കെ വരുന്ന സമയത്ത് യൂഷ്വലി വെൻ ദേ ഗോ ടു ഒരു സേ അഹമ്മദാബാദോ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഹാവ് എ ക്ലിയർ ഒരു കട്ട് ഓഫ് ഉണ്ടാകും. 2 years വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന്. ഇൻഡോറിൽ പല ഇതും ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ട്. നമ്മുടെ അടുത്തൊക്കെ ആദ്യം പറഞ്ഞ ലാറ്ററൽസിന് നിങ്ങൾ ഇരിക്കേണ്ട, ഫ്രഷേഴ്സ് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരുപാട് ഇന്റർവ്യൂസ് എനിക്ക് ലാറ്ററലിൽ എനിക്ക് ഷോർട്ട് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ്, ഫ്രഷേഴ്സിന് ഈ പറയുന്ന 3 കോളേജസ് ഇൻഡോർ വളരെ ഫേവറബിൾ ആണ്. സെയിം ലൈക്ക് ABC, A versus B versus C നോക്കിക്കഴിഞ്ഞാൽ സിയിലാണ് ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് കൾച്ചർ, ഒരു ജോക്ക കൾച്ചർ എന്ന് പറയുന്ന ഒരു സാധനം. ജോക്കയിലാണ് കൽക്കട്ട ഉള്ളത്, IIM കൽക്കട്ട ഉള്ളത്. അപ്പോൾ ഒരു ജോക്ക കൾച്ചർ ഉള്ള പോലെ ഇൻഡോർ ഒരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് ദി കോളേജ് ആൾക്കാർക്ക് കൂടുതലായിരിക്കും, കുറച്ചുകൂടെ റിലാക്സ് ആയിരിക്കും. പിന്നെ ഇറ്റ്സ് എ ഹ്യൂജ് ക്യാമ്പസ് ആസ് വെൽ. കോഴിക്കോട് 100 ഏക്കറും ലക്നോ 200 ഉള്ളപ്പോൾ അതിനേക്കാളും വലിയ ക്യാമ്പസ് ആണ്.
വിത്ത് നമ്മളുടെ ഈ പറയുന്ന ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂളും. ഇപ്പൊ IPM എന്ന് പറയുന്ന ഒരു കോഴ്സ് UG അവിടെ തന്നെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരു UG കോളേജിന് വേണ്ട കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ കോഴ്സസിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഇൻഡോറിലാണ് ഉള്ളത്. ഇൻ ദ സെൻസ് അക്കാഡമിക്കലി വളരെ ചില്ലാണ്. സെക്കൻഡ് ഇയറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇൻഡോർ വിൽ ബി എ ഗ്രേറ്റ് ഓപ്ഷൻ. ഓൾമോസ്റ്റ് ലൈക്ക് എനിവൺ ഹു വോണ്ട് ടു ഗോ ഫോർ ഫോറെക്സ് ക്യാൻ ഗോ. ഫസ്റ്റ് ഉണ്ടാകുന്ന 5th ടേമിൽ ഒരു മൊത്തം 6 ടേമുള്ള MBA 5th ടേമിലെ ഫോറെക്സിന് ഏതാണ്ട് 100, 120, 150 പേർക്ക് പോവാം. അതിന്റെ അടുത്ത ടേമിൽ എഗെയിൻ അതിനൊരു മിനിമം CGPA കട്ട് ഓഫ് ഉണ്ടാവും, ഒരു ഇത്ര ശതമാനം. പക്ഷെ അടുത്ത ടേമിൽ പിന്നെയും പോവാം. ലാസ്റ്റ് ടേമിൽ അതിന് CGPA കട്ട് ഓഫ് അവർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓൾമോസ്റ്റ് ആർക്ക് വേണമെങ്കിലും പോകാമെന്നുള്ള രീതിയിലായിരുന്നു. ഓൾമോസ്റ്റ് 1/3 ഓഫ് ദി ബാച്ച് നമ്മളുടെയൊക്കെ ടൈമിൽ ഫോറെക്സിന് പോയിട്ടുണ്ട്. സോ ഫോറെക്സ് ഫ്രണ്ട്ലി ആണ് ഇൻഡോർ. പിന്നെ മിഡിൽ ആർട്സ് ഫോർ മാനേജേഴ്സ് അല്ലെങ്കിൽ ഈ എക്സ്ട്രീം ഔട്ട്ഡോർസ് ഹിമാലയൻ ഔട്ട്ബോൺ പ്രോഗ്രാം എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം ഒക്കെ കുറെ നാളുകളായിട്ട് അവിടെ റൺ ചെയ്യുന്നുണ്ട്. ഇൻ ദ സെൻസ് എല്ലാ ഫുൾ ബാച്ച് ഹിമാലയത്തിൽ പോയി അവിടെ ഒരു 1 വീക്ക് നിന്നിട്ടുള്ള കോഴ്സസ്, ഇങ്ങനത്തെ ഒക്കെ കോഴ്സസ് ഉണ്ട്. ഞാനവിടെ പഠിച്ചുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ആക്സസ് ടു ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ഐ ഹാവ് എൻക്വയർഡ് ലൈക്ക് ഇങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ വേറെ ഏതെങ്കിലും കോളേജസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഈ എല്ലിലും കെയിലും ഞാൻ അങ്ങനെയുള്ള കോഴ്സസ് കണ്ടിട്ടില്ല. നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സർപ്രൈസ്ഡ് ആവും. ഇതാണോ ബി സ്കൂൾ എന്ന് ചിലപ്പോൾ സർപ്രൈസ്ഡ് ആവും. കാരണം ഒരു വലിയ ഇൻഫ്ലോ ഓഫ് IPMers വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആവും. ഇപ്പൊ എന്റെയൊക്കെ ഇനിഷ്യൽ ക്ലാസ് ഗ്രൂപ്പ്സിലൊക്കെ കുറെ IPMers ഉള്ളതുകൊണ്ട് മൈ ലൈഫ് അറ്റ് IIM Indore വാസ് ഈസി ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി സ്പെൻഡ് 3 years ഓൺ ക്യാമ്പസ്. ദേ നോ വാട്ട് എക്സാക്ട്ലി ടു ഡു, അല്ലെങ്കിൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം, ജുഗാഡ് എന്ന് പറയും, ആ കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ അറിയാം. സോ അത് പറഞ്ഞു തരുന്നതുകൊണ്ട് നമ്മളടുത്ത് ഇനിഷ്യലി ഈ ബി സ്കൂളുകാർ ഹൈപ്പ് ചെയ്യുന്ന പല സാധനങ്ങളും ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇനിഷ്യൽ ലൈഫ് കുറച്ച് ഈസി ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ആവറേജ് ഒരു ഏജ് ഗ്രൂപ്പ് ഒരു ക്യാമ്പസിൽ കുറയുന്ന സമയത്തുള്ള ഒരു കുട്ടിക്കളി കുറച്ച് ഇൻഡോറിൽ കൂടുതലാണ്. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ, എസ്പെഷ്യലി ചിലപ്പോൾ ഒരു 3-4 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇൻഡോറിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ തോന്നാം ഇത് കുറച്ച് കുട്ടികളിയായി പോയല്ലോ എന്ന് ചിലപ്പോൾ തോന്നാം. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ബൈശാഖൊക്കെ നമ്മുടെ അടുത്ത് വന്ന സമയത്ത് ബൈശാഖ് ശരിക്കും 3-4 years കോർപ്പറേറ്റ് ഒക്കെ എടുത്തിട്ട് ഇനി എനിക്കൊരു 2 വർഷം ഒരു 3-4 വയസ്സ് കുറഞ്ഞ പോലെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ക്യാമ്പസുമാണ്. സോ ഇതാണ് എൻ്റെ ഒരു വേർഡ് ബിറ്റ്വീൻ Indore and Kozhikode. So if you're a fresher, I would say go for Indore. If you are having work experience or if you want such profiles, or if you are having something like you want to stay in Kerala itself, then Kozhikode will be an option. പക്ഷേ Indore it's a beautiful campus. പിന്നെ one thing എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ലൊക്കേഷൻ നോക്കിയിട്ട് പോയത്. കാരണം അതിപ്പോൾ കോഴിക്കോടാണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ലക്നോ ആണെങ്കിലും ജമ്മു ആണെങ്കിലും വൺസ് യു ആർ ഗോയിങ് ഇൻസൈഡ് ആൻ IIM അതിന്റെ പുറത്തുള്ള സാധനങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. കാരണം നിങ്ങൾ ഒരു ഇൻസൈഡ് ഒരു ക്യാമ്പസിനകത്ത് ഒരു IIMന്റെ കൾച്ചറാണല്ലോ, അത് എവിടെ പോയാലും അതുണ്ടാവുക. ആകെ ഉള്ളത് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലക്നോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു മോശം ഉണ്ടാകുന്ന സമയം സമ്മറാണ്. സമ്മറിൽ നിങ്ങൾ ക്യാമ്പസ് ഉണ്ടാവില്ല. സോ ഈ ഒരു കാരണം കൊണ്ട് മാത്രം ലൊക്കേഷൻ കൊണ്ടൊന്നും നിങ്ങളൊരു ക്യാമ്പസ് ചൂസ് ചെയ്യരുത്. MP ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജ്. ഇൻഡോർ ക്ലീനർ സിറ്റിയാണ്, നല്ല സിറ്റിയാണ്. അപ്പം ഈ 3 ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാനുണ്ടെങ്കിൽ ലക്നോ അക്കാഡമിക് റിഗർ കൂടുതലാണ്. ലക്നോ ഷുഡ് ബി ദി ഡിഫോൾട്ട് ഗോ ടു ഓപ്ഷൻ ഇഫ് യു ഹാവ് an option to choose between Lucknow, Indore and Kozhikode. Lucknow should be because of 10 years extra legacy when compared to Indore and Kozhikode. പക്ഷേ that being said, നിങ്ങൾക്ക് കുറച്ച് അക്കാഡമിക്കലി കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആവണം, നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റിൽ ത്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ Indore ഓർ സേ Kozhikode. പക്ഷേ ഇതെല്ലാം അടിപൊളി ക്യാമ്പസാണ്. ലക്നോയുടെ പോലെ തന്നെയാണ് ഇൻഡോറിന്റെ ഹോസ്റ്റൽസ്, സിംഗിൾ റൂം ഹോസ്റ്റൽസ് ആണ്. AC ഉണ്ടാവില്ല, ബട്ട് ദെൻ അങ്ങനെയാണ് കാര്യങ്ങൾ. ബാക്കി ഫാക്കൽറ്റീസ് 3 നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. അലൂമിനീസ് 3 നല്ല അലൂമിനീസ് ഉണ്ട്. പക്ഷേ ലക്നോയിലായിരിക്കും ബെറ്റർ അലൂമിനീസ് ഉണ്ടാവുക. പെർസെപ്ഷൻ നോക്കുകയാണെങ്കിൽ ലക്നോയിനാണ് ഒരു ബെറ്റർ ബി സ്കൂൾ പെർസെപ്ഷൻ പുറത്തുള്ളത്. ഇൻഡോറിനാണ് ആ പെർസെപ്ഷൻ കുറച്ച് കുറവുമുള്ളത്. അത് മെയിൻലി ബിക്കോസ് ഇപ്പം ബാംഗ്ലൂരിന് ഇപ്പോൾ ഒരു ബെറ്റർ പെർസെപ്ഷൻ ഉണ്ടാവുള്ള കാര്യം, ബാംഗ്ലൂരിന്റെ ആവറേജ് വർക്ക് എക്സ്പീരിയൻസ് ഈസ് 3 years ആൻഡ് മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പ്രോഡ്മാൻ അല്ലെങ്കിൽ കൺസൾട്ടിംഗ് റോൾസിനാണ്. സോ ഡെഫിനറ്റ്ലി അവരുടെ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്ന സാധനം കുറച്ചുകൂടെ മുകളിൽ വരും. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പല ആൾക്കാരും NIRF റാങ്കിങ് നോക്കുന്നുണ്ടാവും. അതിൽ IIM കോഴിക്കോട് 3rd ആയിരിക്കും, കൽക്കട്ടയെക്കാളും മുകളിലായിരിക്കും. ദയവ് ഇത് NIRF റാങ്കിങ് നോക്കിയിട്ട് കോളേജ് ചൂസ് ചെയ്യാതിരിക്കുക. കാരണം NIRF റാങ്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾ FMS ചിലപ്പോൾ ലിസ്റ്റിലേ കാണില്ല. അമിറ്റി പോലെയുള്ള കോളേജൊക്കെ ചിലപ്പോൾ നിങ്ങൾ IIM റായ്പൂർ റാഞ്ചിയുടെ ഒക്കെ മുകളിൽ കാണും. ചിലപ്പം ഈവൻ ഒരു കേട്ടുകളിവില്ലാത്ത ബി സ്കൂളിന്റെ ഒക്കെ താഴെ പല IIMs നിങ്ങൾ കാണുന്നുണ്ടാവും. അതൊക്കെ ബേസിക്കലി ശരിക്കും ഒന്ന് ഈ കോളേജ് എങ്ങനെയാണ് NIRFന് ഡാറ്റ കൊടുക്കുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം,
പല ഫാക്ടേഴ്സ്, അതിനകത്തൊരു വലിയൊരു ശതമാനം പെർസെപ്ഷൻ ഉണ്ട്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ആ ഇരിക്കുന്ന പാനലിന് തീരുമാനിക്കാം അതിന് എന്ത് കൊടുക്കണം എന്നുള്ളത്. സോ അതൊന്നും വെച്ചിട്ട് നിങ്ങളൊരു ബി സ്കൂൾ ചൂസ് ചെയ്യരുത്. NIRF ഈസ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് റാങ്കിങ് ടു ചൂസ് എ ബി സ്കൂൾ അറ്റ് ദ ലീസ്റ്റ്. സോ അത് മാത്രം നോക്കിയിട്ട് പോകരുത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ എനിക്ക് പറയാനുണ്ട്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ റിഗാർഡിംഗ് L versus K versus I. ഞാൻ ആവറേജ് പാക്കേജ് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ആവറേജ് പാക്കേജ് വിൽ ബി സ്ലൈറ്റ്ലി ബെറ്റർ ഇൻ ലക്നോ ഫോർ ഷുവർ, ബിക്കോസ് കുറച്ചുകൂടെ പഴയ ബി സ്കൂളാണ്, കുറച്ചുകൂടെ ഓൾഡ് IIM ആണ്. ആൻഡ് ആസ് ഐ ഹാവ് ടോൾഡ്, ഒബ്വിയസ്ലി ലക്നോ ഷുഡ് ബി ദി ഫസ്റ്റ് ഓപ്ഷൻ. ബട്ട് ദെൻ നിങ്ങളുടെ കാര്യം നോക്കണം. ഐ മീൻ നിങ്ങൾക്ക് അത് പറ്റുമെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാണോ വേണ്ടെന്നുള്ളത്. ഇഫ് യു ആർ ഷുവർ ദാറ്റ് യു ക്യാൻ പുട്ട് ഇൻ ദാറ്റ് എഫേർട്സ്, ഗോ ഫോർ ലക്നോ. എപ്പോഴും ഒരു ബെറ്റർ ബി സ്കൂൾ. A versus B versus C ഉണ്ട്. A അക്കാഡമിക്കലി ഭയങ്കര റിഗർ ആണെങ്കിൽ പോലും ഇഫ് യു ക്യാൻ ഡു ദാറ്റ് ദെൻ ഗോ ഫോർ ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ല. നിങ്ങൾ ഇനിഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്താലും യു വിൽ ത്രൈവ് ദി എൻവയോൺമെന്റ്. എവരി വൺ വിൽ ത്രൈവ് ദി എൻവയോൺമെന്റ്. വൺസ് യു ഗെറ്റ് ഇൻ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ ഫെയിൽ, ടു ബി ഓണസ്റ്റ്. അത് സബ്ജക്റ്റിൽ മാത്രമല്ല, ആ ഒരു പ്രോഗ്രാമിൽ ഫെയിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓവറോൾ നിങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട്, ആ ഒരു റിഗറുമായിട്ട് എപ്പോഴും യൂസ് ടു ആയിരിക്കും. ആൻഡ് ബിക്കോസ് വൺസ് യു ഗോ ടു ബി സ്കൂൾ, യു കാൺ കമ്പയർ ഇറ്റ് വിത്ത് എനി അതർ ബി സ്കൂൾ, റൈറ്റ്? ഞാൻ ഇൻഡോർ പോയാലും ഞാൻ ഇൻഡോറിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ കോഴിക്കോട് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു കമ്പാരിസൺ ഒന്നും വരില്ല. അപ്പോൾ വാട്ട് എവർ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഞാൻ അത് വെച്ച് ഹാപ്പിയായി സാറ്റിസ്ഫൈഡ് ആയി അതെങ്ങനെ ബെറ്റർ ക്രാക്ക് ചെയ്യുമെന്ന് നോക്കും. അതുകൊണ്ട് ഇതൊന്നും കാര്യമൊന്നുമല്ല, നടക്കാത്ത കാര്യമൊന്നുമല്ല. ഇറ്റ്സ് ഓൾ പോസിബിൾ, റൈറ്റ്? സോ താങ്ക്സ് a lot for watching my video, and if you like the video, please do subscribe my channel. I'll be soon coming up with more comparison videos. Thank you. Bye bye.